ഏതായാലും സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയെ തൃശൂരിൽ RSS ക്യാമ്പ് നടന്ന ഇടത്ത് പോയി കണ്ടതിൽ CPIM അതിനെ എങ്ങനെയാണ് കാണുന്നത്, അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നറിയാൻ പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ടും താല്പര്യമുണ്ടാവും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് അതിനോട് പ്രതികരിച്ചത് അത് വലിയ ഗൗരവമുള്ള ഒരു സംഭവം എന്ന നിലയ്ക്കല്ലാതെയാണ്. ADGP എവിടെയെങ്കിലും പോയാൽ ഞങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്വം എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. മുഖ്യമന്ത്രിയെ മോശക്കാരനാക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും ആരോപിച്ചു. കൂടിക്കാഴ്ചയിൽ അസ്വാഭാവികതയൊന്നും ഇല്ല എന്നാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനും പ്രതികരിച്ചത്. തൃശൂർ പൂരത്തിനിടെ ADGP MR അജിത് കുമാർ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന പ്രതിപക്ഷാരോപണം CPIM തള്ളുന്നതിനിടെയാണ് കൂടിക്കാഴ്ച ADGP തന്നെ സ്ഥിരീകരിച്ചത്. വിഷയത്തിൽ പ്രതികരണം തേടിയ മാധ്യമങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറുകയായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. MR അജിത് കുമാർ എവിടെയെങ്കിലും പോയതിന് പാർട്ടി എങ്ങനെയാണ് ഉത്തരവാദിയാകുന്നതെന്ന് MV ഗോവിന്ദൻ ചോദിച്ചു. മാധ്യമപ്രവർത്തകരുടെ മറ്റു ചോദ്യങ്ങളിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞുമാറി. മുഖ്യമന്ത്രി മോശമാണെന്ന് ചിത്രീകരിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ആരോപിച്ചു. പിണറായി വിജയനെ തകർക്കാനാണ് ശ്രമം. ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ആരെങ്കിലും കണ്ടല്ല, അത് CPIM അതുമായി ബന്ധപ്പെട്ടുള്ള CPIMന്റെ നിലപാട് എല്ലാവർക്കും അറിയുന്നതാണ്. ആര് എവിടെ വേണം കൂടിക്കാഴ്ച നടത്തിക്കോ, ഞങ്ങൾക്ക് അതിലെന്താ പ്രശ്നം? ഉദ്യോഗസ്ഥർ എന്തിന് കൂടിക്കാഴ്ച നടത്തി, ഏതിന് കൂടിക്കാഴ്ച നടത്തി എന്നൊക്കെ അവർ ബന്ധപ്പെട്ട ഇടങ്ങളിൽ പറയട്ടെ. ഞങ്ങളുടെ നിലപാടാണ് ഇതിനെ കൂട്ടിക്കഴക്കാൻ ശ്രമിക്കുന്നത്. അത് വളരെ ബോധപൂർവമാണ്. കേരളത്തിലെ CPIMന്റെ നേതൃത്വം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ മോശമാണെന്ന് ചിത്രീകരിക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമമാണ്. ഇന്ന് പിണറായി വിജയനെ ഇത്തരത്തിൽ ആക്രമിക്കുന്നതിന്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ താല്പര്യമുണ്ട്. ദൂതനായി ഒരു പോലീസുകാരനെ സംഘപരിവാറുമായി സംസാരിക്കാൻ വിടാൻ മാത്രം വിവരദോഷിയല്ല മുഖ്യമന്ത്രിയെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് ഒരു പോലീസുകാരനെ പറഞ്ഞയക്കുന്ന അത്ര വിവരദോഷിയായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ വിവരക്കേട് കൊണ്ട് അവർക്ക് അങ്ങനെ വിശ്വസിക്കാം. അപവാദം പറയാം, അത് ഒരു സായുജ്യത്തിന് വേണ്ടി പറയാം. പക്ഷേ അതിന് വസ്തുതകളുടെ പിൻബലമില്ല എന്നത് എല്ലാവരും മനസ്സിലാക്കണം. ആസൂത്രിതമായ ഗൂഢാലോചനയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രചരണമെന്ന് മന്ത്രി MB രാജേഷ്. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ആരെങ്കിലും കാണുന്നതിന് എന്തു പറയുമെന്നും മന്ത്രി ചോദിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ ഉറപ്പിച്ചു പറയാൻ കഴിയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ ശത്രുവാണ് RSS ആണെങ്കിൽ വിലയിരുത്തിയിട്ടുള്ളത് അവർ വിഭാവനം ചെയ്യുന്ന മതരാഷ്ട്രത്തിൻ്റെ 3 ആഭ്യന്തര ശത്രുക്കളിൽ ഒന്നാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നതാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് RSSുമായിട്ടുള്ള രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായിട്ടുള്ള എതിർപ്പ് അത് ഞങ്ങൾക്ക് ശക്തമായി തന്നെ ഉറപ്പിച്ചു തന്നെ എക്കാലത്തും പറയാൻ പറ്റും. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്. രണ്ട് പ്രധാനപ്പെട്ട ഇടതുപക്ഷ നേതാക്കളുടെ പ്രതികരണമാണ് നമ്മൾ കാണുകയുണ്ടായത്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തകർക്കുക, മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ തകർത്ത് കാണിക്കുക, ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്ന വലതുപക്ഷ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ ആരോപണങ്ങളെല്ലാം കാണേണ്ടത് എന്ന് ഉള്ള നിലയ്ക്ക് ഈ പറഞ്ഞതിന് വളരെയധികം പ്രാധാന്യവുമുണ്ട്. അതേസമയം തന്നെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ക്രമസമാധാന പാലനത്തിന് ചുമതലയുള്ള ADGP അജിത് കുമാർ RSS നേതാവിനെ കാണുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ അത് കണ്ടു എന്നുള്ളതിലേക്ക് മാത്രമേ നോക്കേണ്ടതുള്ളൂ, അതിനെ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല എന്ന് അവർ പറയുന്നതിൽ യുക്തിയില്ലേ എന്നുള്ള ചോദ്യവും സ്വാഭാവികമായിട്ടും വന്നേക്കാം. എങ്കിൽ പോലും ADGP അജിത് കുമാർ വളരെ പ്രധാനപ്പെട്ട നിരവധി രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടതുമുണ്ട്. ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് സംസ്ഥാനത്തുടനീളം നടക്കുന്ന രാഷ്ട്രീയ കുറ്റകൃത്യങ്ങൾ, അതല്ലാത്ത പൊതുജനങ്ങളുടെ കുറ്റകൃത്യങ്ങൾ, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എന്നിവയടക്കമുള്ള നിരവധി വിഷയങ്ങളിൽ സുപ്രധാനമായ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ബാധ്യസ്ഥൻ കൂടിയാണ് ADGP അജിത് കുമാർ. അങ്ങനെയുള്ള ADGP അജിത് കുമാറിനെതിരെ ഭരണകക്ഷിയിൽ നിന്ന് തന്നെയുള്ള PV അൻവർ MLA ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ PV അൻവർ MLAക്ക് എതിരെയോ ADGP അജിത് കുമാറിനെതിരെയോ സുശക്തമായൊരു നടപടിയെടുത്താൽ സൂക്ഷിക്കപ്പെടുന്ന രഹസ്യങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരിൽ ചിലർ
അതും വലതുപക്ഷ താല്പര്യങ്ങളുള്ള രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകരുടെ മാത്രം കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം LDF-ലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI ഈ വിഷയങ്ങളെ കാണുന്നത് അങ്ങേയറ്റം ഗുരുതരമായ നിലയ്ക്കാണ്, അങ്ങേയറ്റം ദുരൂഹതയുള്ള നിലയ്ക്കാണ്. ജനങ്ങളോട് ഇതെല്ലാം വിശദീകരിക്കണമെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സൂചിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും തൊട്ടുമുമ്പ് നമ്മൾ കണ്ട MB രാജേഷ് അടക്കമുള്ള മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇത് ഗൗരവമുള്ള ഒന്നല്ല എന്നും ഇത് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെ തകർക്കാനാണ് എന്നും പറയുമ്പോൾ ഇത് ഗൗരവമുള്ള ഒന്നാണ് എന്ന് ഇടതുപക്ഷത്തിലെ CPI-യിലെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുമ്പോൾ അതിന് വലിയ മാറ്റങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക, ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നവർ. എന്തായാലും ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മൾക്ക് പോകേണ്ടതുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാർ RSS നേതാവിനെ കണ്ടതിൽ CPI-ക്ക് വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട്. ഈ കൂടിക്കാഴ്ച ADGP അജിത് കുമാറും RSS-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഗൗരവതരമാണ് എന്നാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടത്. അത് ഗൗരവതരം മാത്രമല്ല, ദുരൂഹമാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. എന്ന് മാത്രമല്ല, തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിലെ ഒരു കക്ഷി ആരാണ് എന്ന് ഇതോടുകൂടി വ്യക്തമായി എന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപിയോട് പരാജയപ്പെട്ട CPI-യുടെ നേതാവ് കൂടിയായ മുൻ മന്ത്രി കൂടിയായ സുനിൽകുമാർ പ്രതികരിച്ചത്. RSS നേതാവുമായുള്ള അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമെന്തെന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടെന്ന് ബിനോയ് വിശ്വം കൊച്ചിയിൽ പറഞ്ഞു. അജിത് കുമാറിന് എന്താണ് കാര്യമെന്ന് അറിയില്ല. കൂടിക്കാഴ്ച സത്യമാണെങ്കിൽ ഗൗരവമുള്ള കാര്യമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. വാർത്ത ശരിയാണെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്. എന്ത് വിജ്ഞാനമാണ് ADGP-ക്ക് ഇത്തരത്തിൽ RSS-ന്റെ വിധേയമായിട്ട് ബംഗ്ലാറുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല. ഒന്ന് ഞങ്ങൾക്കറിയാം, LDF-ന് ഒരു പ്രകാരമുള്ള ബന്ധവുമില്ല RSS കാണാൻ പാടില്ല. ആശയപരമായി, രാഷ്ട്രീയമായി, സൈദ്ധാന്തികമായി കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള വാർത്ത മാത്രമാണെന്നും വാർത്തയും വസ്തുതയും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും പൂരം അലങ്കോലപ്പെടുത്തിയതിനു പിന്നിലെ ഒരു കക്ഷി ആരെന്ന് ഇതോടെ വ്യക്തമായെന്നും സുനിൽകുമാർ തൃശൂരിൽ പറഞ്ഞു. ഈ ADGP ഇങ്ങനെ സന്ദർശനം നടത്തി എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതിന് സ്ഥിരീകരണം കൊടുത്തു എന്നുള്ളത് നിങ്ങളുടെ വാർത്തയാണ്. അതിൻ്റെ വസ്തുത എന്താണെന്ന് എനിക്കറിയില്ല. വാർത്തയും വസ്തുതയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ വിശദീകരണം കൊടുത്തു എന്ന് ADGP ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല, പരസ്യമായി പറഞ്ഞിട്ടില്ല. ആ വാർത്തയാണ് ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പോൾ വാർത്ത അനുസരിച്ചാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇനി വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് വിശദമായിട്ട് അതിൻ്റെ മറുപടി പറയുന്നതാണ് ഉചിതം. പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ എന്തായാലും ഒരു കക്ഷി നമുക്കിപ്പോൾ വളരെ ക്ലിയറാണ്. രണ്ടാമത്തെ കക്ഷി എന്താണെന്നുള്ള അന്വേഷിച്ച് വരട്ടെ, അപ്പൊ നമുക്ക് പറയാം. പൂരം സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിടണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.